ബിഗ് ബാങ്ങിനെ കുറിച്ച് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റുകളെല്ലാം കണ്ടിന്യൂസ്ലി ഒരു മിസ്റ്റേക്ക് കടന്നു വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഞാൻ ആക്ച്വലി ആദ്യ സമയത്തൊക്കെ തന്നെ ബിഗ് ബാങ്ങിനെ പറ്റി പറയുമ്പോൾ ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് സ്ഫോടനമല്ല, അതൊരു വലിയ പെട്ടെന്നുള്ള എക്സ്പാൻഷനാണ് എന്നാണ് കണ്ടിന്യൂസ്ലി ഓതൻറ്റിക് സോഴ്സിൽ നിന്ന് കിട്ടുന്നൊരു വിവരം. അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, ഒരു AI ടൂളുകളും പ്രോജക്റ്റുകളും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൈറ്റാണ്. എനിക്ക് ആക്സസ് ഉള്ള, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ആക്സസ് ഉള്ള സൈറ്റ്. പക്ഷേ അതിൻ്റെ പല സോഴ്സുകളിൽ നമ്മൾ പോകുമ്പോഴും കാണുന്നത് ബിഗ് ബാങ് വാസ് നോട്ട് ആൻ എക്സ്പ്ലോഷൻ ഇൻ എംപ്റ്റി സ്പേസ് എന്നാണ്. അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നും ബിഗ് ബാങ്ങിനെ എതിർക്കാൻ ശ്രമിച്ചവർ കൊണ്ടുവന്നൊരു തിയറിയാണ് എക്സ്പ്ലോഷനിലൂടെയാണോ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള ചോദ്യം എന്നും എനിക്ക് മനസ്സിലായി. സോ ദാറ്റ് വാസ് എ റെവലേഷൻ. പക്ഷേ അത് ചെയ്യുന്ന സമയത്താണ് വേറൊരു കാര്യം മനസ്സിലായത്, ദാറ്റ് ഈസ് സിംഗുലാരിറ്റി. ബിഗ് ബാങ്ങിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രീമോർഡിയൽ ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായതെന്നും ആ ആറ്റത്തിനകത്താണ് ഇന്ന് കാണുന്ന യൂണിവേഴ്സ് മുഴുവൻ അടങ്ങിയിരുന്നതെന്നും അത് ഭയങ്കരമായിട്ടുള്ള ഡെൻസിറ്റിയും വളരെ ചെറിയ വോളിയുമുള്ള ഒരു ആറ്റമായിരുന്നു എന്നാണ് ആദ്യകാലം മുതലൊക്കെ ബിഗ് ബാങ്ങിനെ പറ്റി പറയുന്നത്. ഇത്തരം എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ലിങ്കുകളും റെഫറൻസുകളും കണ്ടെത്തുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ ബിഗ് ബാങ്ങിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ആശ്രയിച്ച ലിങ്കുകളുടെ ലിസ്റ്റാണ് ഈ ഗൂഗിൾ ഡോക്കിലുള്ളത്. ഏകദേശം 85ഓളം ലിങ്കുകളുണ്ട്. അപ്പോൾ തന്നെ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും ഇത്തരം യൂണിവേഴ്സിൻ്റെ ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ആദ്യം കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാൾ സാഗൻ്റെ കോസ്മോസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ റീഡിങ്സാണ്. അതിലിപ്പോൾ ഗുഡ് റീഡ്സിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ PDF ഉണ്ടാവും, പുസ്തകം വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും, അങ്ങനെ പല മെത്തേഡുകളുമുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം കവർ ചെയ്ത എപ്പിസോഡുകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഞാനത് ഫുള്ള് കാണിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്, പക്ഷേ അതിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള എപ്പിസോഡുകളൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ലിങ്കുകളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെയുള്ള ലിങ്കുകളുടെ ഒരു ഏറെക്കുറെ അറിയാൻ പറ്റും. science.nasa.gov ഉണ്ട്, pbs.org ഉണ്ട്, bigthing.com ഉണ്ട്, ക്വാറയിലുള്ള ഡിസ്കഷൻസ് ഉണ്ട്. പഠിച്ച് വന്നിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതെങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരണം എന്നതിനെ പറ്റി ഒരുപാടിരുന്ന് ചിന്തിക്കും. ആക്ച്വലി ആ മനസ്സിലുള്ള കാര്യങ്ങൾ എഡിറ്ററിന് കൺവേ ചെയ്യുക. പുള്ളിക്കാരന് അതുപോലത്തെ AI ഇമേജസ് ആണെങ്കിൽ അങ്ങനെ, അനിമേഷൻ ആണെങ്കിൽ അങ്ങനെ, സ്റ്റോക്ക് ഫുട്ടേജസ് ആണെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. എൻ്റെ യാത്രക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിക്കും, ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ ഡിസ്കഷൻ വയ്ക്കും. ഈവൻ അതിൻ്റെ ഫൈനൽ പാർട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു റിവ്യൂ ചെയ്യും, എന്നിട്ട് അതിൽ ചേഞ്ചസ് വരുത്തും. ഓക്കെ.